IPO സ്റ്റോക്സ്, എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുടെ സ്റ്റോക്സിന് നമ്മൾ പറയുന്ന പേരാണ് പ്രീ IPO സ്റ്റോക്സ് ഓർ അൺലിസ്റ്റഡ് സ്റ്റോക്സ്. ഇത് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും അൺലിസ്റ്റഡ് മാർക്കറ്റിലാണ്. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത സ്റ്റോക്ക് ആയതുകൊണ്ട് ഇതങ്ങനെ കോമൺലി അവൈലബിൾ ആയിട്ടില്ല. അതായത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അൺലിസ്റ്റഡ് മാർക്കറ്റ്. എങ്ങനെയാണ് ഒരു പ്രീ IPO സ്റ്റോക്സ് വാങ്ങിക്കുന്നത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ അടങ്ങിയ CMR റിപ്പോർട്ട് നമ്മൾ അവർക്ക് ഷെയർ ചെയ്യണം. T+2 സെറ്റിൽമെന്റിൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് സ്റ്റോക്സ് എത്തുന്നതാണ്. പ്രധാനപ്പെട്ട പിക്സ്: ചെന്നൈ സൂപ്പർ കിങ്സ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, ബോട്ട്, നയാര, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NCDX, ഒരുപാട് സ്റ്റോക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. IPOക്ക് മുന്നേ വാങ്ങിക്കുന്ന ഈ സ്റ്റോക്കുകൾ എപ്പോ വേണമെങ്കിലും വില കൂടുന്നതിനനുസരിച്ച് നമുക്ക് അൺലിസ്റ്റഡ് മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കുന്നതാണ്. IPOക്ക് മുമ്പ് ഒരു ചെറിയ നിബന്ധന ഉണ്ട്, നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. IPOക്ക് മുമ്പ് വാങ്ങിക്കുന്ന ഈ ഷെയർസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത ഉടനെ വിൽക്കാൻ പറ്റില്ല. ഒട്ടുമിക്ക എല്ലാ ഷെയർസും 6 മാസമെങ്കിലും നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ബൾക്ക് സെല്ലിംഗ് വന്നാൽ സ്റ്റെബിലിറ്റിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു 6 മാസത്തെ ലോക്കിംഗ് പീരീഡ് IPOക്ക് മുമ്പ് വാങ്ങിക്കുന്ന സ്റ്റോക്സിനുണ്ട്. ഇത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ നിബന്ധന 1 വർഷത്തിൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ് ബാധകം. 1 വർഷത്തിൽ കൂടുതലായി അൺലിസ്റ്റഡ് മാർക്കറ്റിൽ നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക് ആണെങ്കിൽ അത് ലിസ്റ്റ് ചെയ്ത അന്ന് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ്. അതായത് 1 വർഷത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിലുള്ള പ്രീ IPO സ്റ്റോക്സ് ഫ്രീലി ട്രേഡബിൾ ആണ്. അത് നമുക്ക് സാധാരണ സ്റ്റോക്ക് വിൽക്കുന്നത് പോലെ എപ്പോ വേണമെങ്കിലും വിൽക്കാൻ സാധിക്കുന്നതാണ്. അത് ലിസ്റ്റ് ചെയ്യുന്ന അന്നോ ലിസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ലോക്കിംഗ് പീരീഡ് അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഓഹരികൾ മുഴുവനായിട്ടോ പാർഷ്യലായിട്ടോ വിൽക്കാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കിന് ലിക്വിഡിറ്റി ഇല്ല എങ്കിൽ നമുക്ക് അതിന്റെ സെല്ലിംഗ് പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. നമ്മുടെ ഡിസ്ക്ലൈമർ ആണ്. ആസ് യൂഷ്വൽ എല്ലാ പ്രൊഡക്റ്റ് പോലെ തന്നെ പ്രീ IPO സ്റ്റോക്സും റിസ്കിന് സാധ്യതയുണ്ട്. കൂടുതൽ സ്റ്റോക്സിന്റെ ഡീറ്റെയിൽസ് അറിയാനും പ്രീ IPO സ്റ്റോക്സുകൾ വാങ്ങിക്കാനും കോൺടാക്ട് ചെയ്യുക 7902219941. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.